ക്ലാസ്സിന്റെ ബാക്കി ഭാഗങ്ങൾ ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തെല്ലാമാണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ സംവഹന കലകളെക്കുറിച്ചും മറ്റു സസ്യകലകളെക്കുറിച്ചും നാം പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി അവയെ നമുക്കൊരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ചിത്രീകരിച്ചാലോ? സംവഹന കലകൾ രണ്ട് തരത്തിലാണ്, സൈലവും ഫ്ലോയവും. മറ്റു സസ്യകലകൾ നാം പഠിച്ചത് മൂന്നെണ്ണമാണ്: പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ. ഒരു കുട്ടിയുടെ സംശയം നോക്കൂ. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു. കലകൾ ചേർന്നാലോ? നിങ്ങൾക്കും ഇതുപോലെ സംശയങ്ങൾ ഉണ്ടാകാറില്ലേ? കലകൾ ചേർന്നാൽ എന്താണ് ഉണ്ടാവുക? അവയവങ്ങൾ ഉണ്ടാകുന്നു. കോശങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുന്നത് പോലെ കലകളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടാകില്ലേ? ഈ ചിത്രീകരണം ഒന്ന് നിരീക്ഷിക്കൂ. നാഡീകലകളും ആവരണ കലകളും യോജക കലകളും പേശി കലകളും ഉൾപ്പെട്ട് ഉണ്ടാകുന്ന അവയവങ്ങളാണ് ആമാശയവും കുടലും. കുടലിൽ വൻകുടലും ചെറുകുടലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ അവയവങ്ങളായ ആമാശയവും കുടലും ചേർന്നാൽ എന്താണ് ഉണ്ടാകുന്നത്? അവയവ വ്യവസ്ഥയുണ്ടാകുന്നു, അഥവാ ദഹന വ്യവസ്ഥയുണ്ടാകുന്നു. ഇവ നമുക്ക് ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ ചിത്രത്തിലെ ഓരോ കലയും ഏതൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് എന്ന് നിരീക്ഷിക്കൂ. നാം പഠിച്ചു കഴിഞ്ഞതാണല്ലോ നാഡീകലയുടെ ധർമ്മങ്ങളും ആവരണ കലയുടെ ധർമ്മങ്ങളും യോജക കലയുടെ ധർമ്മങ്ങളും പേശീകലയുടെ ധർമ്മങ്ങളുമെല്ലാം. ആമാശയം, കുടൽ എന്നീ അവയവങ്ങൾ പ്രധാനമായും ഏതൊക്കെ കലകൾ ചേർന്നാണ് രൂപപ്പെട്ടത് എന്ന് ഈ ചിത്രീകരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആമാശയത്തിൻ്റെയും കുടലിൻ്റെയും ധർമ്മം എന്താണ്? കലകൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ തന്നെയാണോ അവ ചേർന്നുണ്ടായ ആമാശയത്തിനും കുടലിനുമുള്ളത്? അല്ലല്ലോ. ആമാശയവും കുടലും ഭക്ഷണം ദഹിപ്പിക്കാനാണ് സഹായിക്കുന്നത്. അവയവങ്ങളുടെ കൂട്ടായ്മ രൂപം കൊണ്ടാണ് മനുഷ്യ ശരീരം ഉണ്ടായിട്ടുള്ളത്. നിരവധി അവയവങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ശാരീരിക ധർമ്മങ്ങൾ അനുസൃതം നടക്കുന്നത്. ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളായ ആമാശയം, കരൾ, കുടൽ എന്നിവയുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ് ദഹനം. എന്നാൽ ദഹനഫലമായുണ്ടാകുന്ന പോഷകങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കണമെങ്കിൽ ദഹന വ്യവസ്ഥ മാത്രം പ്രവർത്തിച്ചാൽ മതിയോ? പോരാ. ഒരുപാട് വ്യവസ്ഥകൾ പ്രവർത്തിച്ചാൽ മാത്രമേ പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ഈ പട്ടികയൊന്ന് ഉചിതമായി പൂർത്തിയാക്കാൻ ശ്രമിക്കൂ. അവയവങ്ങളും അവയുടെ അവയവ വ്യവസ്ഥയും രണ്ടാക്കി തരംതിരിച്ച് കോളങ്ങളാക്കിയിട്ടുണ്ട്. ഹൃദയവും രക്തക്കുഴലുകളും അടങ്ങിയ അവയവ വ്യവസ്ഥ ഏതാണ്? രക്തപര്യന വ്യവസ്ഥ. മൂക്ക്, ശ്വാസനാളം, ശ്വാസകോശം എന്നിവ അടങ്ങിയ അവയവ വ്യവസ്ഥ ഏതാണ്? ശ്വസന വ്യവസ്ഥ. വൃക്ക, മൂത്രവാഹി, മൂത്രസഞ്ചി എന്നിവ അടങ്ങിയ അവയവ വ്യവസ്ഥ ഏതാണ്? വിസർജ്യ വ്യവസ്ഥ. തലച്ചോറ്, നാഡികൾ എന്നിവ ചേർന്നിട്ടുള്ള അവയവ വ്യവസ്ഥ ഏതാണ്? നാഡീവ്യവസ്ഥ. ഒരു അവയവ വ്യവസ്ഥയ്ക്കും വേറിട്ട് പ്രവർത്തിക്കാനാവില്ല. ഏത് ശാരീരിക പ്രവർത്തനവും പൂർണ്ണമാകുന്നത് വിവിധ അവയവ വ്യവസ്ഥകളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ്. കോശങ്ങൾ ചേർന്ന് കലകളും, കലകൾ ചേർന്ന് അവയവങ്ങളും, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥകളും രൂപപ്പെടുന്നുവെന്ന് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്നതാണ് ഒരു ജീവി എന്ന് നമുക്ക് മനസ്സിലായതാണല്ലോ.
അവയവ വ്യവസ്ഥകൾ പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുമ്പോഴാണ് ഏതൊരു ജീവിക്കും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നത്. അവയവ വ്യവസ്ഥകൾ സങ്കീർണമാകുമ്പോൾ ശരീരഘടനയും സങ്കീർണമാകുന്നു. മനുഷ്യരുൾപ്പെടെ ഉയർന്ന തലത്തിലുള്ള ജന്തുക്കളുടെ ശരീരഘടന വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്ന് രൂപപ്പെട്ടതാകയാൽ ഏറെ സങ്കീർണമാണ്. എല്ലാ ജീവികളിലും അവയവ വ്യവസ്ഥകൾ രൂപപ്പെട്ടിട്ടുണ്ടോ? ഒരു കോശം മാത്രമുള്ള ജീവികളും ഭൂമിയിൽ നിലനിൽക്കുന്നില്ലേ? കോശങ്ങളാണ് ജീവന്റെ അടിസ്ഥാന ഘടകം. കോശഭാഗങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിവിധ പദാർത്ഥങ്ങൾ കൊണ്ടാണ്. എല്ലാ പദാർത്ഥങ്ങളും അടിസ്ഥാനപരമായി ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നു. തന്മാത്രകൾ കൂടിച്ചേർന്ന് കോശാംഗങ്ങൾ ഉണ്ടാകുന്നു. കോശാംഗങ്ങൾ കൂടിച്ചേർന്ന് ഒരു കോശം രൂപപ്പെടുന്നു. കോശങ്ങൾ കൂടിച്ചേർന്ന് കലകൾ ഉണ്ടാകുന്നു. കലകൾ കൂടിച്ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു. അവയവങ്ങൾ കൂടിച്ചേർന്ന് അവയവ വ്യവസ്ഥയുണ്ടാകുന്നു. അവയവ വ്യവസ്ഥ ഒരു ജീവിയാകുന്നു. ജീവികൾ കൂടിച്ചേർന്ന് ജീവിഗണങ്ങൾ ഉണ്ടാകുന്നു. ജീവിഗണങ്ങൾ കൂടിച്ചേർന്ന് ജീവസമുദായങ്ങൾ ഉണ്ടാകുന്നു. തുടർച്ചയായ വിഭജനത്തിൻ്റെയും വൈവിധ്യവൽക്കരണത്തിൻ്റെയും ഫലമായാണ് കോശങ്ങളിൽ നിന്നും സങ്കീർണ ഘടനയുള്ള ജീവശരീരം രൂപപ്പെടുന്നത്. ഉയർന്ന ഘടനാതലത്തിലുള്ള ജീവികളിൽ വൈവിധ്യമാർന്ന കലകൾ അനുപൂരകമായി ചേർന്ന് സങ്കീർണമായ നിരവധി ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. കലകളുടെ വൈവിധ്യം ഏറുംതോറും ജീവികളുടെ പ്രവർത്തനക്ഷമതയും വർദ്ധിക്കുന്നു. ഒത്തൊരുമയുടെ നേട്ടം ബോധ്യമായില്ലേ? നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ഒത്തൊരുമ പ്രസക്തമാണല്ലോ. ഇനി നമുക്ക് വിലയിരുത്താം കൂടി ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കൈയുടെ ഘടനയുമായി ബന്ധപ്പെട്ട ചില കലകളുടെ ചിത്രീകരണമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ചിത്രീകരണം നിരീക്ഷിച്ച് താഴെ നൽകിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട കലകളെ സൂചിപ്പിക്കുന്ന അക്ഷരം എഴുതുക. ആദ്യത്തേത് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അത് അസ്ഥികലയാണ്. എ അസ്ഥികല എന്നെഴുതുക. ശരീരഭാഗത്തെ ആവരണം ചെയ്യുന്നു. അത് ആവരണകലയാണ്. സി ആവരണകല എന്നെഴുതുക. അടുത്തത് പദാർത്ഥ സംവഹനം നടത്തുന്നു. അത് രക്തകലയാണ്. അതുകൊണ്ട് ഡി രക്തകല എന്നെഴുതുക. അടുത്തത് മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. അത് നാഡീകലയാണ്. അതുകൊണ്ട് ബി നാഡീകല എന്നെഴുതുക. രണ്ടാമത്തെ ചോദ്യം, കലയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലാത്തത് ഏത്? എ വ്യത്യസ്ത തരം കോശങ്ങൾ കാണപ്പെടുന്നു. ഡി പല കോശങ്ങളിൽ നിന്നും രൂപപ്പെടുന്നു. മൂന്നാമത്തേത്, മൈക്രോസ്കോപ്പിലൂടെ കലകൾ നിരീക്ഷിക്കുമ്പോൾ കോളൻ കൈമയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചകമേത്? ഡി കോശങ്ങളുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയിരിക്കുന്നു.